നമസ്കാരം. ഇന്ന് നമ്മൾ ഫിറ്റ്നസിനെ പറ്റി നമുക്കുള്ള ചില ധാരണകളെ അങ്ങ് പൊളിച്ചെഴുതാൻ പോവുകയാണ്. ഇതിന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒറിജിനൽ ഡിസൈൻ മാനുവലാണ്. അതായത് ഏകദേശം 40 ലക്ഷം വർഷത്തെ നമ്മുടെ പരിണാമത്തിന്റെ കഥ. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായ ഒരു കാര്യം ഏറ്റവും പവർഫുള്ളായ വ്യായാമമായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നന്നായി വിയർക്കണം, കഷ്ടപ്പെടണം. ഈ ആശയം തികച്ചും തെറ്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ആധുനിക ഫിറ്റ്നസ് ലോകം മുഴുവൻ നമ്മളോട് പറയുന്നൊരു കാര്യമാണിത്, നോ പെയിൻ നോ ഗെയിൻ എന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന 2 നമ്പറുകളാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. ഒരു വശത്ത് 40 ലക്ഷം വർഷം, അത്രയും കാലം കൊണ്ടാണ് നമ്മുടെ ശരീരം അതിൻ്റെ ഡിസൈൻ പെർഫെക്റ്റ് ആക്കിയത്. മറുവശത്ത് വെറും 60 വർഷം, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ജിം കൾച്ചറിൻ്റെ പ്രായം. അപ്പോൾ ശരിക്കും ആരുടെ വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത്? 40 ലക്ഷം വർഷത്തിൻ്റെ അനുഭവസമ്പത്തോ അതോ 60 വർഷത്തെ ട്രെൻഡോ? അപ്പോൾ ഈ നോ പെയിൻ നോ ഗെയിൻ എന്ന ഐഡിയ ശരിക്കും എവിടുന്ന് വന്നു? ഭയങ്കരമായി കഷ്ടപ്പെട്ട് വ്യായാമം ചെയ്യണമെന്ന ഈ ചിന്ത നമ്മൾ വിചാരിക്കുന്നത്ര പഴയതൊന്നും അല്ല കേട്ടോ. സത്യത്തിൽ ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണ്. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കിക്കേ. 40 ലക്ഷം വർഷം മുൻപ് നമ്മൾ നിവർന്നു നടക്കാൻ തുടങ്ങി. 25 ലക്ഷം വർഷം മുൻപ് കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി. 10 ലക്ഷം വർഷം മുൻപ് തീ ഉപയോഗിക്കാൻ പഠിച്ചു. പിന്നെ വെറും 60 വർഷം മുൻപാണ് ജോഗിങ്ങും ഈ മോഡേൺ ജിമ്മും ഒക്കെ വരുന്നത്. കണ്ടില്ലേ, നമ്മുടെ മനുഷ്യ ചരിത്രത്തിന്റെ ആ വലിയ ക്യാൻവാസിൽ ഇതൊരു കുഞ്ഞു പുട്ടുപോലെ മാത്രമേയുള്ളൂ. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തിന്റെ യഥാർത്ഥ ഡിസൈൻ എന്താണെന്ന് നോക്കാം. അതിന്റെ ബോണറ്റ് ഒന്ന് തുറന്ന് ഉള്ളിലെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒരു ചോദ്യം ചോദിക്കാം. ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമം കൊണ്ട് ഒരൊറ്റ ശാരീരിക പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ ശരീരം പെർഫെക്റ്റായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേതായിരിക്കും? അത് ഓട്ടമല്ല, വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ല, നീന്തലുമല്ല. അതിലും എത്രയോ അടിസ്ഥാനപരമായ ഒന്നാണ്. അതെ, വെറും നടത്തം. സാധാരണ ഒരു പ്രത്യേകതയുമില്ലാത്ത, പക്ഷേ മെക്കാനിക്കലി പെർഫെക്റ്റായ നടത്തം. മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണിത്. പക്ഷേ എന്താ തമാശയെന്നറിയോ? നമ്മളാരും ഇതിനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഓക്കെ, ഇനി കുറച്ച് ഫിസിക്സ് നോക്കാം. പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. കാരണം ഈ ഡിസൈനിന്റെ ബ്രില്യൻസ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെയാണ്. ഓരോ അടി വയ്ക്കുമ്പോഴും നമ്മുടെ ശരീരം എങ്ങനെയാണ് ഫ്രീ ആയി എനർജി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് ഇൻവേർട്ടഡ് പെൻഡുലം മെക്കാനിസം എന്നാണ് പറയുക. സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും നമ്മുടെ ശരീരം ഒരു പെൻഡുലം പോലെ ചെറുതായി മുകളിലേക്കും താഴേക്കും വരും. ഈ ചലനത്തിൽ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം പൊട്ടൻഷ്യൽ എനർജിയായി മാറും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ആ എനർജി തിരിച്ചു കിട്ടും. അതായത് ഓരോ ചുവടും ഒരു കൺട്രോൾഡ് ഫോളിംഗ് ആണ്. ഇനി ഈ നമ്പർ നോക്കൂ, 65%. ഇതെന്താണെന്നറിയാമോ? ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ശരീരം റിക്കവർ ചെയ്യുന്ന ഫ്രീ എനർജിയാണ്, ഗ്രാവിറ്റിയുടെ സഹായത്തോടെ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നടക്കാൻ വേണ്ട എനർജിയുടെ ഏതാണ്ട് 2/3 നമുക്ക് സൗജന്യമായി കിട്ടുന്നുണ്ട്. എന്തൊരു എഫിഷ്യൻസിയാണല്ലേ! അപ്പോൾ ഈ എഫിഷ്യൻസിയുടെ ഗുണം എന്താണെന്ന് ഈ ചാർട്ട് കാണിച്ചു തരും. 1 കിലോമീറ്റർ നടക്കാനും ഓടാനും എത്ര എനർജി വേണമെന്ന് നോക്കൂ. ഓടാൻ ഏകദേശം ഇരട്ടി ഊർജ്ജം വേണം. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഡിഫോൾട്ട് സെറ്റിംഗ്, അതിൻ്റെ ക്രൂസിംഗ് സ്പീഡ്, അത് നടത്തം തന്നെയാണ്. ഈ ഒരു എഫിഷ്യൻസി വെറുതെ അങ്ങ് ഉണ്ടായതല്ല കേട്ടോ. ഇതൊരു ആക്സിഡൻ്റ് അല്ല. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ദൈർഘ്യമേറിയ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിൻ്റെ റിസൾട്ടാണ്. 40 ലക്ഷം വർഷം നീണ്ടുനിന്ന പ്രോജക്റ്റ്. നോക്കൂ, നമ്മുടെ നട്ടെല്ലിൻ്റെ ആ എസ് ഷേപ്പിലുള്ള വളവില്ലേ, അതൊരു പെർഫെക്റ്റ് ഷോക്ക് അബ്സോർബറാണ്. നമ്മുടെ വീതിയേറിയ പെൽവിസ് ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ ബാലൻസ് തെറ്റാതിരിക്കാനാണ്. തുടയലിൻ്റെ ആംഗിൾ കാരണം നമ്മുടെ കാലുകൾ നേരെ ശരീരത്തിന് താഴെ വരും. കാൽപാദത്തിലെ ആ വളവ് ഒരു സ്പ്രിങ് പോലെയാണ്. ഓരോ ചുവട്ടിലും എനർജി തിരിച്ചു തരും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ കഴുത്തിന് താഴെയുള്ള മിക്കവാറും എല്ലാ അസ്ഥികളും നടത്തം എന്ന ഒരൊറ്റ കാര്യത്തിനു വേണ്ടി ഡിസൈൻ മാറ്റിയെടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഈ പഴയ ഡിസൈനും നമ്മുടെ ഇന്നത്തെ ആരോഗ്യവും തമ്മിൽ എന്ത് ബന്ധം? വെറും തീരി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കുറച്ച് ഡേറ്റ നോക്കാം. ടാൻസാനിയയിലെ ഹെഡ്സ എന്ന ഗോത്രവർഗ്ഗക്കാരെക്കുറിച്ചും ലക്ഷക്കണക്കിന് ആളുകളെ വെച്ച് നടത്തിയ പഠനങ്ങളെക്കുറിച്ചുമൊക്കെ. ഇവിടെ നോക്കൂ, ടാൻസാനിയയിലെ ഹെഡ്സ ഗോത്രക്കാർ, അവർ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യാറില്ല. അവർ ദിവസവും ഒരുപാട് ദൂരം നടക്കും, അത്രമാത്രം. തമാശ എന്താന്ന് വെച്ചാൽ, ഓഫീസിലിരിക്കുന്ന നമ്മളും അവരും ഒരു ദിവസം ഏകദേശം ഒരേ അളവ് കാലോറിയാണ് കത്തിക്കുന്നത്. പക്ഷേ അവർക്ക് ഹൃദ്രോഗങ്ങളോ പ്രഷറോ ഷുഗറോ ഒന്നും കഴിഞ്ഞില്ല. ഇതിൻ്റെ അർത്ഥമെന്താണ്? കഠിനമായ വ്യായാമത്തിലല്ല, മറിച്ച് തുടർച്ചയായ മിതമായ ചലനത്തിലാണ് നമ്മുടെ ശരീരം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ല ആരോഗ്യത്തിന് നമ്മൾ എത്ര സ്റ്റെപ്പ് നടക്കണം? എല്ലാവരും പറയുന്ന ആ 10,000 സ്റ്റെപ്പ് എന്നതൊരു മാന്ത്രിക സംഖ്യയാണോ? എന്നാൽ കേട്ടോളൂ, ശാസ്ത്രം പറയുന്നത് വേറൊരു കണക്കാണ്.
ഏകദേശം 2.5 ലക്ഷം ആളുകളെ വെച്ച് നടത്തിയ ഒരു ഭയങ്കര വലിയ പഠനമുണ്ട്. അതനുസരിച്ച് ഹൃദയത്തിന് ഗുണം കിട്ടിത്തുടങ്ങാൻ വെറും 2300 സ്റ്റെപ്സ് മതി. ഒരു ദിവസം വെറും 2300. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ കുറവാണിത്. ഇനി 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു റേഞ്ചുണ്ട്. അത് 6000 മുതൽ 8000 സ്റ്റെപ്സ് വരെയാണ്. ഇതിൽ കൂടുതൽ നടന്നാൽ ഗുണമില്ല എന്നല്ല, പക്ഷേ ഏറ്റവും വലിയ വ്യത്യാസം കാണുന്നത് ഈ റേഞ്ചിലാണ്. അതിനപ്പുറത്തേക്ക് ഗുണം കുറഞ്ഞു വരും. അപ്പോൾ പിന്നെ ഈ 10,000 സ്റ്റെപ്പ് എന്ന ഐഡിയ എവിടുന്നു വന്നു? അതാണ് ഏറ്റവും വലിയ തമാശ. അതൊരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തമേ അല്ല. 1960കളിൽ ജപ്പാനിൽ ഒരു സ്റ്റെപ്പ് കൗണ്ടർ, അതായത് ഒരു പെഡോമീറ്റർ വിൽക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു മാർക്കറ്റിംഗ് പരസ്യം മാത്രമായിരുന്നു അത്. ഒരു പരസ്യം. അതാണ് നമ്മൾ ഇത്രയും കാലം ഒരു വലിയ ഫിറ്റ്നസ് ഗോളായി കൊണ്ടു നടന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചുരുക്കി പറയാം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന പുതിയൊരു കാഴ്ചപ്പാടുണ്ട്. അത് വളരെ സിമ്പിളാണ്. നമ്മുടെ മരുന്ന് ചലനമാണ്. ഉപയോഗിച്ചാൽ ഗുണം, അല്ലെങ്കിൽ ദോഷം. പരിണാമം എന്ന് പറയുന്നത് ഒരു ഡ്രിൽ സാർജന്റിനെ പോലെയല്ല, ഒരു കണിശക്കാരനായ അക്കൗണ്ടന്റിനെ പോലെയാണ്. അതിന് വേണ്ടത് മാക്സിമം പെർഫോമൻസ് അല്ല, മാക്സിമം എഫിഷ്യൻസിയാണ്. അതായത് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനെ പീഡിപ്പിക്കാനല്ല, ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കാനാണ്. നമ്മൾ ആ ഡിസൈനെ ബഹുമാനിക്കുമ്പോൾ ശരീരം നമുക്ക് പ്രതിഫലം തരും. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ലോജിക്കുണ്ട്. അതിങ്ങനെയാണ്. സ്റ്റെപ്പ് 1, നിങ്ങൾ സ്ഥിരമായി നടക്കുന്നു. അപ്പോൾ ശരീരത്തിനൊരു സിഗ്നൽ കിട്ടും. ഹായ്, ഇയാൾ ആക്റ്റീവാണ്, ഇയാൾക്ക് ഈ ശരീരം കൊണ്ട് ഉപയോഗമുണ്ട്. സ്റ്റെപ്പ് 2, ശരീരം ഉടനെ അതിൻ്റെ റിപ്പയർ, മെയിൻ്റനൻസ് ജോലികളൊക്കെ തുടങ്ങും. സ്റ്റെപ്പ് 3, നിങ്ങൾ നടത്തം നിർത്തുന്നു. ആ സിഗ്നൽ അങ്ങ് കട്ടാവും. അപ്പോൾ ശരീരം എന്ത് വിചാരിക്കും? ഓ, ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അതോടെ ആ മെയിൻ്റനൻസ് പണികളെല്ലാം നിർത്തിവെക്കും. ശരീരം പതിയെ ക്ഷയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അതായത് അനങ്ങാതിരിക്കുന്നത് പുകവലിക്കുന്നത് പോലെ തന്നെ അപകടകരമാണെന്ന്. വെറുതെ ഇരിക്കുന്നത് ഒരു ന്യൂട്രൽ കാര്യമല്ല. അത് നമ്മുടെ ശരീരത്തിന് സ്വയം നന്നാക്കാൻ വേണ്ട സിഗ്നൽ കൊടുക്കാതിരിക്കലാണ്. നമ്മൾ ആ സിഗ്നൽ കട്ട് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചരിത്രത്തിലെ ഏറ്റവും വലിയ വാക്കിംഗ് പ്രോജക്റ്റിന്റെ റിസൾട്ടാണ് നിങ്ങൾ. നിങ്ങളുടെ ശരീരം പെർഫെക്റ്റ് ആക്കിയത് ഒരൊറ്റ കാര്യത്തിനാണ്, നടക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ നടക്കുമ്പോൾ, അത് വെറുതെ അടുത്ത കടയിലേക്കാണെങ്കിലും പോലും ഒരു നിമിഷം ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നത് വെറും ഒരു നടത്തമല്ല, നിങ്ങളെ മനുഷ്യനാക്കി മാറ്റിയ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം കൊണ്ട് പൂർണ്ണമാക്കിയ ആ ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്.